ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കേരളത്തിലെത്തി കലാശക്കൊട്ടിന്റെ ദിവസം സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിൽ ഭരണഘടനാപരമായ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പ്രൊഫസർ കെ.വി. തോമസ്. ഇന്ന് രാവിലെ മൗണ്ട് സെന്റ് തോമസിലെത്തിയിരിക്കുന്നു. മറ്റ് സഭാ നേതൃത്വവുമായി ഇന്ന് ചർച്ച തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഗവർണറും ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഭരണഘടനാപരമായ പോസ്റ്റാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ അവരുടെ പൊസിഷൻ പദവി ദുരുപയോഗം ചെയ്യരുത്. ഇവിടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഇങ്ങോട്ട് അനുവാദം ചോദിച്ച് അദ്ദേഹം ഇടിച്ചു കയറുകയാണ്. ഇതെന്ത് ജനാധിപത്യമാണ്? ജനാധിപത്യത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഏതെങ്കിലും കാരണവശാൽ BJP അധികാരത്തിൽ വന്നാൽ ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും. ഇത്തരത്തിൽ ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കുന്ന ഗവർണർ നേരിട്ട് ഇലക്ഷൻ സമയത്ത് വരുന്നതിൽ ഭരണഘടനാപരമായി തന്നെ തെറ്റ് ചൂണ്ടിക്കാണിക്കാവുന്നതാണോ? ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അവർ തീരുമാനമെടുക്കട്ടെ. ഏതായാലും ഇതൊരു നിയമപരമായ ഫൈറ്റിലേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നൂറ്റാണ്ട് കാലം നീണ്ടുവന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ തുടങ്ങുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. എൻ്റെ ചെറുപ്പകാലത്ത് പണ്ഡിറ്റ് ഇവിടെ വന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വോട്ട് ചോദിക്കില്ല, കാര്യങ്ങളൊക്കെ പറയും. അത് മാറി നമ്മുടെ പ്രധാനമന്ത്രി വോട്ട് ചോദിക്കുന്നു, വിദ്വേഷ പ്രസംഗം നടത്തുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നു. അതാണല്ലോ ഏറ്റവും അവസാനം കേരളത്തിൽ അദ്ദേഹം ഹിന്ദിയുടെ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ്. ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി ഇല്ല. അങ്ങനെ നമ്മുടെ ജനാധിപത്യം കഴിഞ്ഞ 78 വർഷമായി വളർത്തിയെടുത്ത ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായി തകർക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനം 2 ദിവസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വരുവാണ്. കലാശക്കൊട്ട എവിടെയാണ്? ആ സമയത്ത് ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര BJP നേതൃത്വം വളരെ ബന്ധമുള്ള കേജ്രിവാളിനകത്തിട്ട അതേ ലഫ്റ്റനന്റ് ഗവർണർ കേരളത്തിൽ വരുന്നു, ഇടിച്ചു പൊളിച്ച് മെത്രാസനങ്ങളിൽ കയറുന്നു. വേറെ എവിടെയെങ്കിലും പോയോ? അദ്ദേഹം മെത്രാസനങ്ങളിൽ NSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പോയോ? SNDPയുടെ പോയോ? ഇത് എന്താ ഇവരുദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും രീതിയിൽ BJPയുടെ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ അവർക്ക് ഗുണം ചെയ്യും എന്ന് കരുതുന്നുണ്ട്? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരാണ്, ജനാധിപത്യ മൂല്യങ്ങൾ അറിയുന്നവരാണ്. ഇവിടെ ഈ പണിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഇവർ ക്ഷണിച്ചതല്ലല്ലോ ലഫ്റ്റനന്റ് ഗവർണറെ. അദ്ദേഹം അനുവാദം അത് ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഞാൻ നാളെ പറയാം. ചില മെത്രാസനങ്ങൾ തയ്യാറല്ല അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്നാണ് എനിക്ക് ലേറ്റസ്റ്റ്. ഞാനിപ്പോൾ അത് പറയുന്നത് ശരിയല്ലെങ്കിൽ ആരാണെന്ന് ശരിയല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സഭാ നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് തുടക്കം മുതലേ അതിൽ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതുവരെയുള്ള ഒരു ഫീഡ്ബാക്ക് സഭയുടെ ഭാഗത്ത് നിന്ന്? ശരിയല്ലോ, ഇതിൽ ഞാൻ ഒരു കണ്ണി മാത്രമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതും വഴി കാട്ടിയായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾക്കും ലത്തീൻ സഭയെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വലിയൊരു താല്പര്യമുണ്ട്. അതിന് കാരണം അവരോടൊപ്പം നിൽക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. അത്തരം ജനങ്ങൾക്ക് ഡിപ്പെൻഡബിളായ ഒരു ഗവൺമെൻറ്, ഒരു പാർട്ടി LDF ഇവിടെയുണ്ട്, CPM ഇവിടെയുണ്ട്. ആ ഒരു വിശ്വാസമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ. ഒരു കാലഘട്ടത്തിൽ CPM-നുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എതിർപ്പുണ്ടായിരുന്നു കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക്. പക്ഷേ ലത്തീൻ സഭയുടെ KRLCC കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഒരു ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയില്ല, ഒരു സമദൂരം പാലിക്കുമെന്നാണ്. അപ്പോഴെങ്ങനെയാണ് ഇടതുപക്ഷത്തിനൊപ്പം എന്ന് പറയുക? അതൊരു വലിയ മാറ്റം. പണ്ട് ഒരു ലത്തീൻ മേഖലയിൽ വോട്ട് ചെയ്താൽ 90% കോൺഗ്രസിനാണ്. അതിൽ നിന്ന് സഭ തന്നെ മാറിയിരിക്കുന്നു. ഞങ്ങൾ തുല്യ ദൂരമാണ്. അതാണ് വേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവർക്ക് നല്ല ബോധവുമുള്ള ജനവിഭാഗമല്ലേ, അവർ തീരുമാനിച്ചോട്ടെ. ആ സമീപനമാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ലത്തീൻ സഭ ഉൾപ്പെടെ ക്രൈസ്തവ സഭകൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി എന്ന് കരുതാൻ കാരണം എന്താണ്? അങ്ങനെ ഉണ്ടാകുമെന്ന് വോട്ടെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു. ഇവിടെ വിമോചന സമരം നടന്നതല്ലേ. അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. അതിൽ നിന്ന് മാറ്റം വന്ന് ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും പാർലമെൻറ്റിൽ
ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനും കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്തു പറയുന്നത്. സഭാ വോട്ടുകളിൽ ഇത്തവണ കാര്യമായ വ്യതിയാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പ്രൊഫസർ KV തോമസ് പങ്കുവയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ BJPയുടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇന്ന് കേരളത്തിൽ എത്തിയതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം ആലോചിക്കുമെന്നുള്ള സൂചനയും അദ്ദേഹം നൽകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.